സമ്പൂർണ്ണ പാർപ്പിടം, കാർഷികം, ദാരിദ്ര്യ ലഘൂകരണം, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകി കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. 53.3 കോടി രൂപ വരവും 52.91 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 48 ലക്ഷം രൂപയാണ് നീക്കിയിരിപ്പ്. 2025-26 വർഷത്തേക്കുള്ള പ്രതീക്ഷിത ചെലവ് 52,91,50,000 രൂപയാണ്. അതിൽ നീക്കിയിരിപ്പുണ്ടാകുന്നത് 48,1969 രൂപയും. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കായി 15 കോടി രൂപയും വൃദ്ധരുടെയും വനിതകളുടെയും ക്ഷേമത്തിനായി 49 ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനായി 1,15 ലക്ഷം രൂപയും ആരോഗ്യമേഖലയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വികസനം, ലാബ് നവീകരണം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൗകര്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവയ്ക്കായി 46 ലക്ഷം രൂപയും വകയിരുത്തി. കൃഷി, ക്ഷീരവികസനം എന്നീ മേഖലകളിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനു വേണ്ടിയുള്ള ഫെൻസിംഗ്, കാട്ടുപന്നികളെ നശിപ്പിക്കുക തുടങ്ങിയ ഉൾപ്പെടെ 1.66 കോടി രൂപയും ഭിന്നശേഷിക്കാരുടെയും ശിശുക്കളുടെയും ക്ഷേമത്തിനായി ബഡ് സ്കൂൾ പൂർത്തീകരണത്തിന് 1.23 കോടി രൂപയും വകയിരുത്തി. ഭിന്നശേഷിക്കാർക്കുള്ള സ്കോളർഷിപ്പ് വിതരണം, കലോത്സവം തുടങ്ങിയവയ്ക്കും തുക നീക്കിവച്ചു. കുടിവെള്ളത്തിനായി 42 ലക്ഷം, ശുചിത്വ പ്രോജക്റ്റുകൾക്കായി 21 ലക്ഷം, ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, പൊതുമരാമത്ത് പ്രവൃത്തികൾ എന്നിവയ്ക്കായി 6.2 കോടി, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കായി 1.12 കോടിയും വിദ്യാഭ്യാസം, കല, സംസ്കാരം, യുവജനക്ഷേമം എന്നിവയ്ക്കായി 33 ലക്ഷം, തൊഴിലുറപ്പ് പദ്ധതിക്കായി 5 കോടി രൂപ, പഞ്ചായത്ത് ഓഫീസ് നവീകരണത്തിനായി 30 ലക്ഷം രൂപയും വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശികുമാർ ഭീമനാട് ബജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി. ഭവന പദ്ധതികൾ, ഭവന പുനരുദ്ധാരണങ്ങൾ, 1000ഓളം ഭവന പുനരുദ്ധാരണങ്ങൾ നടത്താനായി ഉൽപാദന മേഖലയായി പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനായി വനമേഖലയിലുള്ള വാർഡുകളിലെ കർഷകരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഫെൻസിംഗ് സംരക്ഷണത്തിനായി പ്രത്യേക ഫണ്ട് വകയിരുത്തി. സേവന മേഖലയിലും ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ FHSCയിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ അത്യാധുനിക രീതിയിലുള്ള ലാബ് സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഉച്ചവരെയുണ്ടായിരുന്ന OP നമ്മുടെ ഭരണസമിതി കയറിയതിനു ശേഷം വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്നുണ്ട്. മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിനായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. CCN ചത്തല്ലൂർ.